ശ്രീഭരതൻ കോട്ടസമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ടല്ല, ഇതിപ്പോ വേറൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു ആട് ഫാം തുടങ്ങാൻ പോവാണ് എന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലായിരിക്കും നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കുക, ഒരു ഫാം തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും, എന്താണ് ഇതിന്റെ രീതികൾ, എങ്ങനെ ഇതിന്റെ ലാഭം, എങ്ങനെ നഷ്ടം, ഇതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതികൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്കത് കൂടി തുടങ്ങാൻ ഉദ്ദേശിക്കേണ്ടത്. അപ്പൊ ഇതിന് ഒരു പ്രധാനമായിട്ട് ഒരു കാര്യം ആവശ്യമാണ്. എന്താണ് അത്? എവിടെയും കിട്ടാത്തൊരു സംഭവമാണ്. ഒരു കൺസൾട്ടന്റിനെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ക്ലാസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ഗൾഫിലുള്ള ആളായാലും ഇപ്പൊ നാട്ടിലായാലും, ഇപ്പൊ എൻ്റെ വീടിന്റെ അടുത്താണെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ മൊബൈൽ വഴി നമുക്ക് സംസാരിക്കാൻ ഒരു കൺസൾട്ടിങ് ക്ലാസ് ഇപ്പൊ ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് എന്നെ പ്രയോജനപ്പെടുത്താം. അതാണ് ഞാനിപ്പോൾ ഇത് വരാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല രീതികളിൽ അറിവില്ലായ്മ കൊണ്ട് ഈ ഫാം തുടങ്ങിയിട്ട് നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഒരു കൺസൾട്ടന്റിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. അതിന്റെ പേരിലാണ് ഇപ്പൊ ഇത് ഈ ഒരു വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങൾക്കൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആവശ്യമുള്ളവര് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ താഴെ കൊടുക്കാം. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എങ്കിലും പിന്നെ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കൺസൾട്ടിംഗ് എന്ന് വെച്ചാൽ ഇതിന്റെ ലാഭനഷ്ടങ്ങളെ പറ്റിയുള്ളവര്, പിന്നെ എങ്ങനെ തുടങ്ങണം, ഏത് രീതിയിൽ തുടങ്ങണം, ഇതൊക്കെ ഒരുപാട് മുൻകൂട്ടി ചെയ്തിട്ടുണ്ട്. എങ്കിലും അതൊരു ഞാനിപ്പോ എന്നെ വിളിക്കുമ്പോൾ 1 മിനിറ്റ് ഒക്കെ വെറുതെ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ആവശ്യകത എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു കൺസൾട്ടിങ്ങിന് 1/2 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരിക്കും. അതിൻ്റെതായ ഒരു ഫീസ് ഉണ്ടാവും. അല്ലാണ്ട് ഇപ്പോൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ ആർക്കും പറ്റില്ല. കാരണം എങ്ങനെയാണ് ഇതിന്റെ മുന്നോട്ട് പോക്ക് എന്നാർക്കും ധാരണ ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ ലാഭനഷ്ടങ്ങളെല്ലാം നമുക്ക് ആലോചിച്ച് ഇത്ര 1/2 മണിക്കൂർ ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആവശ്യക്കാരെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കൺസൾട്ടന്റ് ആയിട്ട് ഞാൻ ഉണ്ടാവും. നിങ്ങൾക്ക് അപ്പൊ എങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെ വേണമെങ്കിൽ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനായിരിക്കും. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഞാൻ പറയും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ കോൺഫറൻസ് ആയിട്ട് വന്നാൽ മതി. ആ സമയത്ത് ഞാൻ ഓൺലൈനിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നേരിട്ടാണെങ്കിൽ നേരിട്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിന്റെ ഒരു ആവശ്യകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേര് ഫാം തുടങ്ങാനായിട്ട് ഓരോ അറിവുകളായിരിക്കും ഓരോരുത്തർ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോൾ പുറമേയുള്ള ഓരോരുത്തർ ചോദിച്ചിട്ടായിരിക്കും. പക്ഷെ എല്ലാവരും ലാഭത്തിന്റെ കണക്കുകൾ മാത്രം എടുത്തു കാണിച്ച് നഷ്ടത്തിന്റെ കണക്കുകൾ ആരും നോക്കാറില്ല. അപ്പൊ അതാണ് ഞാനൊരു കൺസൾട്ടിങ്ങിന് ഇറങ്ങാനുള്ള ഒരു കാരണം. അല്ലെങ്കിൽ ഇപ്പൊ ഈ കൊറോണ സമയത്ത് ആണെങ്കിൽ തന്നെ കൊറോണയില് പലർക്കും ജോലി ആരംഭിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു ഇതുകൊണ്ട് വന്നത്, ഈ ടോപ്പിക് കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങൾക്ക് നഷ്ടമില്ലാതെ എങ്ങനെ ഒരു ആട് ഫാം മുന്നോട്ട് കൊണ്ടുപോകാം, ഇതൊക്കെ അതിനെ പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്നെ പരമാവധി ഉപയോഗപ്പെടുത്താം. ഇതിന് ഫീസ് ഉണ്ടായിരിക്കും. ഫീസ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. പബ്ലിക് ഓരോ രീതികളിലായിരിക്കും. അത് കാരണം നമ്മള് തൊട്ടടുത്ത് ഓൺലൈൻ അങ്ങനെ പല രീതികളിലായിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഫാം കാണിച്ച് അതിന്റെ കുറച്ചും കൂടി കാണിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഓൺലൈനിലുള്ളവർക്ക് നമുക്ക് പരമാവധി മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുത്തു കൊടുക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫാം ഉണ്ടാക്കി കൊടുക്കണ ഒരു കാര്യം ഞാൻ മുന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതിന്റെ മുന്നത്തെ ഒരു വീഡിയോയില് ഞാൻ നിർമ്മിച്ച ഫാമിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാം ഉണ്ടാക്കി തരണമെങ്കിൽ അതിനും കൂടി നിങ്ങൾ വിളിക്കുക. അപ്പോൾ എല്ലാവർക്കും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരു കൺസൾട്ടിങ് ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, നന്ദി, നമസ്കാരം.